മാലദ്വീപിൽ നിന്ന് ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. മാർച്ച് 15-ന് മുൻപ് സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സൈനിക സാന്നിധ്യം തുടരുന്നതിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ മാലദ്വീപ് ഉന്നതതല കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് മാർച്ച് 15-ന് മുമ്പ് ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് ആവശ്യപ്പെട്ടത്. ചൈനീസ് സന്ദർശനം കഴിഞ്ഞ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നുണ്ടായ നയതന്ത്ര സംഘർഷത്തിന്റെ തുടർച്ചയായാണ് നടപടി. മാലദ്വീപിൽ സൈന്യത്തിന്റെ തുടർ പ്രവർത്തനം സാധ്യമായ മാർഗത്തിനായി ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായും അടുത്ത കോർ ഗ്രൂപ്പ് യോഗം ഇന്ത്യയിൽ നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻ സർക്കാരുകളുടെ അഭ്യർത്ഥന പ്രകാരം അടിയന്തര മെഡിക്കൽ ഒഴിപ്പിക്കലിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി 77 ഇന്ത്യൻ സൈനികരെയും ഒരു ഡോർണിയർ 228 നിരീക്ഷണ വിമാനവും 2 ധ്രുവ് ഹെലികോപ്റ്ററുകളുമാണ് മാലദ്വീപിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്. 24 ഡൽഹി.